വെൽക്കം ബാക്ക് ടു ബിനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ 4ാമത്തെ പാർട്ടാ കുഞ്ഞുങ്ങളെ. മറ്റു ചില കൂട്ടലുകൾ നമ്മൾ 3 പാർട്ടും നമ്മൾ പുസ്തകത്തിനകത്തിലെ മൊത്തവും എടുത്താണ് വരുന്നത് കേട്ടോ. എക്സസൈസ് മാത്രമല്ല, ചെയ്തിട്ടിരിക്കുന്ന കണക്കുകൾ എങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി നമ്മൾ പേജ് നമ്പർ 57ാമത്തെ പേജ് നമ്പറിലെ ഓരോ കണക്കുകളും ചെയ്യുന്നത് നോക്കണേ കുഞ്ഞുങ്ങളെ. നമ്മൾ ആദ്യത്തെ പറയുന്നുണ്ട് ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ അല്ലേ, ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമ്മൾ എന്താണോ നോക്കിക്കേ, ഒരേപോലെ ആണെങ്കിൽ അത് അതുപോലെ അങ്ങ് എഴുതി വെക്കുക. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ അതുപോലെ എഴുതി വെക്കുക. തന്നിരിക്കുന്ന എന്താണോ ചെയ്യാൻ തന്നത് അത് ചെയ്യുക. 1 1 2 2ൽ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, 2ൽ 2 ഏതൊരു സംഖ്യയെ ആ സംഖ്യ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ ആൻസർ 1 ആയിരിക്കും കേട്ടോ. 2ൽ 2 എന്ന് വെച്ചാൽ 1, 3ൽ 3 എന്ന് വെച്ചാൽ 1, 4ൽ 4 എന്ന് വെച്ചാൽ 100ൽ 100 എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ ഫുള്ളല്ലേ, ഫുള്ളെന്ന് വെച്ചാൽ 1 കേട്ടോ. ഇവിടെ നോക്കിയേ, ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ ആണ്. ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഇവിടെ നമുക്ക് ഡിഫറൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഒരുപോലത്തെ എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മുടെ ടെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ. നോക്കി ഒരേപോലെയാണ്, അപ്പോൾ നമ്മൾ അതിനെ അതുപോലെ എഴുതുക. 2ഉം 1ഉം 3ആണ്. 3ൽ 3 എന്ന് വെച്ചാൽ 1ആണ്. ഇത് 1 മാർക്കിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആയിട്ടോ. 4 താഴെ 4ആണ്, അതുപോലെ എഴുതി വെക്കുക. 1 + 3 4 ആണ്. 4ൽ 4 എന്ന് വെച്ചാൽ 1 ആണ്. 5ആണ് താഴെ, 5 അതുപോലെ എഴുതുക. 1 + 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ആണ്. 5ൽ 5 എന്ന് വെച്ചാൽ 1 ആണ്. 5ആണ് താഴെ, ഓക്കെ, മുകളിലും 2ഉം 3ഉം 5ആണ്. 5ൽ 5 എന്ന് വെച്ചാൽ 1 ആണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഏതൊരു സംഖ്യ ഇപ്പം 100ൽ 100 എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്നാണ് പറഞ്ഞത്? 1 ആണ്. ഇപ്പോൾ ഫില്ലപ്പിനൊക്കെ ചോദിക്കും കേട്ടോ. ഇപ്പോൾ 5/5 എന്ന് വെച്ചാൽ എന്താണ്? 1 ആണ്. 10/10 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 1 ആണ്. ഓക്കെ ആണോ? ഓരോ പേജ് നമ്പറിലെയും കണക്കുകൾ ഉൾപ്പെടെയാണ് നിങ്ങൾ നമ്മൾ ചെയ്ത്. അതിൻ്റെ കുറേ എക്സസൈസ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ചുവടെ തന്നിരിക്കുന്ന ഓരോ ഭിന്നസംഖ്യയോടും കൂട്ടിയാൽ 1 കിട്ടുന്ന ഭിന്നസംഖ്യ മനക്കണക്കായിട്ട് പറയാൻ. അതായത് ഫോർ ഈച്ച് ഫ്രാക്ഷൻസ് ഗിവൺ ബിലോ ക്യാൻ യു മെൻ്റലി കാൽക്കുലേറ്റ് ദ ഫ്രാക്ഷൻ ടു ബി ആഡഡ് മേക്ക് ഇറ്റ് 1 വരണം കുഞ്ഞുങ്ങളെ. എന്താ 1 വരണം? ഒന്നാമത്തെ നോക്കിയേ, 2/7 അല്ലേ. അപ്പം നമ്മൾ ചോദ്യം 2/7 ആണ്. ഈ 2/7ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് നമുക്ക് 1 വരുന്നത്? നമ്മളിവിടെ ചെയ്ത് എങ്ങനെയായിരുന്നു? 2ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് നിങ്ങൾ 7 വരുന്നത്? 5 കേട്ടോ. അപ്പോൾ 5/7 മനസ്സിലായോ? ഈ താഴെ വരുന്ന 7 കിട്ടണം കേട്ടോ. അപ്പോൾ 2ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 5 വരുന്നത്? 7 വരുന്നത് 5. അപ്പം 7/7 = 1. ഇപ്പോൾ പിടികെട്ടി കാണുമല്ലോ. മനസ്സിലാവുന്നുണ്ടോ എങ്ങനെയാണ്? മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അടുത്തത് 4/7. ഇതാണ് ചോദ്യം. എന്താണ് 4/7? നോക്കിക്കേ, 4ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 7 വരുന്നത്? എത്ര? 4ഉം 3ഉമാണ് 7. അപ്പം 7, 4ഉം 3ഉം 7. 7/7 = 1 കേട്ടോ. 3 ഇവിടെ ഏതൊക്കെയാണ് വരുന്നത്? നമുക്കിപ്പോൾ ചിലപ്പോൾ ബോക്സ് ഇട്ടായിരിക്കും ചോദിക്കുന്ന പരീക്ഷയ്ക്ക് കേട്ടോ. എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. എങ്ങനെയായാലും അത് പഠിച്ച് വെച്ചേക്കണം. അടുത്തത് 3/8. നമ്മുടെ 3/8 അതിൻ്റെ കൂടെ 3ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 8 വരുന്നത്? നമ്മുടെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം കിട്ടാൻ വേണ്ടി കേട്ടോ. 3ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ്? 5. 5ഉം 3ഉമാണ് 8. അപ്പോൾ 8 = 5 3 8/8 = 1. അടുത്ത 3/10 അല്ലേ. 3/10 അതിൻ്റെ 3ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 10 വരുന്നത്? 7. 7/10 അപ്പം 10/10 = 1. നമ്മുടെ ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്നതാണ്, ചെയ്തല്ല, ഹോംവർക്കാണ് കേട്ടോ. പേജ് നമ്പർ 57 ഈ ചോദ്യത്തിൻ്റെ ഉത്തരവാണ് കേട്ടോ. എല്ലാം ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇംഗ്ലീഷിൽ തന്നില്ലെന്ന് പറയില്ല, എല്ലാ ചോദ്യങ്ങളെല്ലാം ഇംഗ്ലീഷിലാണ്. കണക്കിനകത്ത് ഇംഗ്ലീഷും മലയാളമൊന്നും ഇല്ല. ഇതിനകത്ത് എന്തോ ഇംഗ്ലീഷും മലയാളം. ഇതിങ്ങനെ ചെയ്യുന്നത് എങ്ങനെ? പിന്നെ വേർഡ് പ്രോബ്ലം വരുമ്പം അറിയണം കേട്ടോ. അതായത് അതിന് പേജ് നമ്പർ നോക്കൂ നിങ്ങൾ. അടുത്ത തൊട്ടതിൻ്റെ ഇപ്പുറത്തെ പേജ് നമ്പർ നമുക്ക് എല്ലാം അങ്ങ് ചെയ്തു പോവാം. നോക്കിക്കേ, ഒരു പാത്രത്തിൽ 3/4 ലിറ്റർ പാലുണ്ട്. ഒരു പാത്രത്തിൽ 3/4 ലിറ്റർ പാൽ. ഈ 3/4 എന്ന് വെച്ചാൽ എത്രയെന്നറിയാമോ? അതിൽ 1/2 ലിറ്റർ പാല് കൂടി ഒഴിച്ചാൽ ആകെ എത്ര ലിറ്ററായി? നമ്മുടെ ടെസ്റ്റിലെ ഒരു ചോദ്യമാണ്. എന്താ നിങ്ങളെ, ഈ 3/4 എന്ന് വെച്ചാൽ എത്രയെന്നറിയാമല്ലോ? 3/4-നാണ് 3/4 എന്ന് പറയുന്നത്. അതറിയണേ. 1/4-ന് നമ്മൾ എന്ത് പറയുന്നു? 1/4 കേട്ടോ, ക്വാർട്ടർ. എന്താ നിങ്ങളെ, 1/4-ന് 1/4 അല്ലെങ്കിൽ ക്വാർട്ടർ കേട്ടോ. ഇംഗ്ലീഷുകാർക്ക് ക്വാർട്ടർ. പിന്നെ 2/4-ന് നമ്മൾ എന്ത് പറയുന്നു? ഹാഫ് അല്ലേ. 1/2ഉം 2/4ഉം ഒക്കെ എന്താ ഹാഫ് എന്ന് വെച്ചാൽ 1/2. പിന്നെ 3/4-നാണ് നമ്മൾ എന്ത് പറയുന്നത്?
3/4 മലയാളത്തിൽ നമ്മൾ മുക്കാൽ എന്ന് പറയും കേട്ടോ. അല്ലെങ്കിൽ എന്താണ് 3/4 എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. 3/4 ക്വാർട്ടർ കേട്ടോ. ഇതൊക്കെ ഒന്ന് അറിഞ്ഞ് വെച്ചേക്കണേ. 1/4 എന്ന് വെച്ചാൽ കാലാണ്, 2/4 എന്ന് വെച്ചാൽ ഹാഫാണ്. 2/4 നമുക്ക് വീണ്ടും ചെറുതാക്കാം. എന്താ ഇത് രണ്ടും ഏതിൻ്റെ ടേബിളാണ്? 1/2 കണ്ടോ. ഇത് രണ്ടും ഒരേ ഇത് തന്നെ കേട്ടോ, ഹാഫ്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ 3/4 കൂടെ എത്ര കുഞ്ഞുങ്ങളെ ചേർക്കേണ്ടത്? 1/2 ലിറ്റർ കൂടെ ചേർത്താൽ കേട്ടോ. 3/4 കൂടെ 1/2 ലിറ്റർ കൂടെ നോക്കിയേ, ഒരേ ഡിനോമിനേറ്റർ ആണോ കുഞ്ഞുങ്ങളെ? ഡിനോമിനേറ്റർ സെയിം ആണോ? അല്ല. അപ്പം നമുക്ക് എന്തോ വേണം? ഛേദങ്ങളെ ഒരുപോലെ കൊണ്ടുവരണം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചോദ്യം 2 വട്ടം എഴുതി എടുക്കണേ. കാരണം നമ്മൾ എവിടെ ഇട്ടാ ചെയ്യുന്നതെന്ന് ചോദ്യത്തിലിട്ട് ഒരിക്കലും ചെയ്യരുത്. അതിനാണ് ഈ വേറെ 2 വട്ടം എഴുതാൻ പറയുന്നത്. അപ്പോൾ നോക്കി, ഇവിടുത്തെ ഏറ്റവും ചെറിയ സംഖ്യയെ നമുക്ക് ഈ വലിയ സംഖ്യ ആക്കണം. ചെറുതാരാണ്? 2 ആണ്. ഈ 2നെ എങ്ങനെ 4 ആക്കും? 2നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 4 ആവത്തില്ലേ? ഇനി എത്ര ആണോ നമ്മൾ അവിടെ എഴുതിയത് അത് തന്നെ മേളിൽ കൊടുക്കുക. അപ്പം നോക്കിയേ, 3/4 പ്ലസ് 1 × 2 2, 2 × 2 4 ഈസിക്കൽ ടു 5/4 ആണ് നമുക്ക് കിട്ടുന്നത്. ഈ 5/4 എന്ന് വെച്ചാൽ എന്തുവെന്ന് മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാവും കുഞ്ഞുങ്ങളെ? 4ൽ 4 വരെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. 5/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മൊത്തം 5/4 1/4 അധികം 1/4 അധികം 1/4 അധികം 1/4 അധികം 1/4 ഇതാണ് 5/4 ഇല്ലയോ? കാരണം എന്താ? ഡിനോമിനേറ്റർ എല്ലാം 4 ആണ്. 1 2 3 4 5 ഇല്ലേ? അപ്പം നോക്കിയേ, 1/4 1/4 അപ്പോൾ 2/4 3/4 4/4 ഇവിടെ വരെ വരുമ്പോൾ എന്താ കുഞ്ഞുങ്ങളെ? നോക്കിക്കേ, 4/4 എന്ന് വെച്ചാൽ എന്താണെന്ന് ഇപ്പം നമ്മൾ പഠിച്ചതാണ്. 4/4 വന്ന് എങ്ങനെയാണെന്നറിയാമോ? ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദമെല്ലാം ഒരുപോലെ. അപ്പം നമ്മൾ 4 മുകളിൽ 1 2 3 4 4/4 എന്തുവാന്ന് ഇപ്പം നമ്മൾ പഠിച്ചത്? ഇവിടെ എന്താ? 1 ആണ്. പിന്നെ ഇവിടെ ഒരാളൂടെ കിടപ്പുണ്ടാരാ? ഒരു 1/4. അപ്പം നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? ഇങ്ങനെ എഴുതി പഠിക്കാമെങ്കിലേ കുറച്ചുകൂടെ ഇതിപ്പോൾ ആദ്യമായിട്ടായതുകൊണ്ട് ഞാൻ ഒന്ന് കാണിച്ചതാണ്. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനൊരു ഐഡിയ വേണം. 4ൽ 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4ൽ 1 4ൽ 1 4ൽ 1 അങ്ങനെ വരയ്ക്കുമ്പോഴാണ് കിട്ടുന്നത് കേട്ടോ. അപ്പം 4ൽ 4 എന്ന് വെച്ചാൽ 1 ആണ്. ഇവിടെ വരെ വന്നപ്പോൾ 4ൽ 4 ആയി. അപ്പോൾ എത്ര? 1ഉം പിന്നെ ഇവിടെ ഒരു ആര് കിടപ്പുണ്ട്? അവിടെ ഒരു 1/4 കിടപ്പുണ്ട് കേട്ടോ. 1ഉം ഒരു 1 പ്ലസ് 1/4 എന്നാണ്. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ 1/4 എന്നാണ്. അതായത് 1/4 എന്നാണ്. 1/4 നമ്മൾ എന്താ പറയുന്നത്? കാലെന്നല്ലേ? സൂം ചെയ്തുകൊണ്ട് മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഇപ്പോൾ മനസ്സിലായോ? അതായത് നമ്മുടെ ചോദ്യം ഇതാണ്, മനസ്സിലാക്കി വേണേ പോകാൻ. ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അതിനെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ചെറിയ സംഖ്യ വലിയതെന്ന് വെച്ചാൽ വലിയതിലോട്ട് മാറ്റാൻ വേണ്ടി 2 × 2 4 ആയി. ആ 2 തന്നെ മേളിൽ കൊടുത്തു. അപ്പോൾ നമുക്ക് 5/4 ആണ് കിട്ടുന്നത്. 5/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മുകളിൽ വലിയ സംഖ്യയും താഴെ ചെറിയ സംഖ്യ ഒരിക്കലും ആൻസർ ആയിട്ട് വരത്തില്ല. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ നോക്കിയേ, 5നെ 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ. ഇനി ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കിയാൽ ഒരു 4 4 ശിഷ്ടം 1 കണ്ടോ. ഇനി എങ്ങനെ എഴുതണമെന്നറിയാമോ? ഇതറിയാവോ? ഇതൊക്കെ ഞാൻ പഠിപ്പിച്ച ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനങ്ങ് ഒന്ന് ചെയ്ത് കാണിക്കാം. നമ്മൾ കുറേ ചെയ്ത് വെച്ചു എന്നായി. ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, 5/4 ഇതാണ് നമ്മുടെ 5/4 നമ്മുടെ ചോദ്യം. ഒരു 4 4 ശിഷ്ടം 1 ഇത്രയേ ഉള്ളൂ ഇല്ലയോ? അപ്പം നമുക്ക് ഇവിടെ എന്താണോ നമ്മുടെ ഈ ഡിവൈസർ എന്ന് വെച്ചാൽ ഈ എന്തിനെയാണോ നമ്മൾ ചെയ്യുന്നത് കേട്ടോ, അതിനെ അതുപോലെ തന്നെ താഴെ അങ്ങ് എഴുതുക. കോഷ്യൻ്റ് എന്താണ്? കോഷ്യൻ്റ് എന്ന് വെച്ചാൽ എന്താ? ഹരണഫലം. അതിനെ നമ്മൾ ഫസ്റ്റിൽ എഴുതുക. അതാണ് ഇവിടുത്തെ നായകൻ അല്ലേ? അയാളാണ് ടോപ്പിൽ. അപ്പോൾ അതിനെ ഫസ്റ്റ് എഴുതുക. റിമൈൻഡറിനെ മണ്ടയ്ക്ക് എഴുതുക. ഇതാണ് ആൻസർ. ഇതെവിടെയൊക്കെ പറക്കി എഴുതണമെന്ന് അറിയണേ. ഇയാളാണ് മെയിൻ നായകൻ. അപ്പോൾ അയാളെ ഫസ്റ്റിൽ എഴുതുക. പിന്നെ ആരെയാണോ ഡിവൈഡ് ചെയ്യുന്നത്, എത്ര കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അത് താഴെ എഴുതുക കേട്ടോ. ഇനി ശിഷ്ടം എത്ര വരുന്നത് വെച്ചാൽ അത് മേലിൽ ചെയ്യുക. എന്നെ ഞാൻ ഒരെണ്ണോടെ കാണിക്കാം. ഇനിയിപ്പം 10/7 ഞാൻ പറയുക. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, അല്ല നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നോക്കിയേ, ഒരു 7 7 ശിഷ്ടം 3. അപ്പോൾ മനസ്സിലായോ? ഇതിനെ നമ്മൾ എങ്ങനെ എഴുതുമെന്ന്? ഇവിടുത്തെ നായകൻ ആരാ? 1നെ ഫസ്റ്റ് എഴുതുക. എത്ര കൊണ്ടാണോ ചെയ്തത് അയാളെ താഴെ എഴുതുക. റിമൈൻഡർ ശിഷ്ടം എത്ര ആണോ അതിനെ മേളിൽ എഴുതുക. ഇങ്ങനെ എഴുതണമെന്ന് കേട്ടോ.
അതായത് നമുക്ക് ഈ മുകളിൽ വലുതും താഴെ ചെറുതും വന്നാൽ അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. വിഷമഭിന്നം, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അതിനെ നമ്മൾ എന്തോ ആക്കി, മിക്സഡ് ഫ്രാക്ഷനാക്കി മിശ്ര ഭിന്നത്തിലോട്ട് മാറ്റി. ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ എഴുതാം, നമുക്ക് ഇഷ്ടമുള്ള ഏത് രീതി വേണമെങ്കിലും എഴുതാം കേട്ടോ. ഓക്കെ ആണല്ലോ. ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ ടെസ്റ്റിലുണ്ട്. അപ്പോൾ ഈ 1.25 വന്ന എങ്ങനെയാണെന്ന് അറിയാനാണ് കേട്ടോ. അടുത്തത് അതിനകത്ത് തന്നെ ഒരു ചോദ്യവും കൂടെ ഉണ്ട് നിങ്ങൾ. എന്തോന്നറിയാം, ഒരേ വലിപ്പമുള്ള 2 വട്ടങ്ങൾ വരച്ച് ഈ ടെസ്റ്റിലെ ഈ ചോദ്യമാണ്. പേജ് നമ്പർ 59 ഒരേ വലിപ്പമുള്ള 2 വട്ടങ്ങൾ വരച്ചിട്ട് ഒന്നിൻ്റെ പകുതിയും മറ്റൊന്നിൻ്റെ 1/2 ഭാഗവും നിറം കൊടുക്കുക. ചോദ്യം കേട്ടായിരുന്നോ? എന്താ നിങ്ങളെ ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണേ. അതായത് ഒരെണ്ണം നോക്കിയേ, ഒരെണ്ണം ഏതാ, 1, 2, 2ൽ 1 അല്ലേ. മൊത്തം എത്രയാണെന്ന് വെച്ചാൽ അത് താഴെ എഴുതുക. എത്രനാണോ കളർ കൊടുത്തത് അത് മേളിൽ കൊടുക്കുക. പ്ലസ് മൊത്തം എത്ര, 3. എത്രനാ കളർ കൊടുത്തത്, 2. ഇതാ സംഭവം. നിങ്ങൾ ആ ഒരു ക്ലൂ പഠിച്ചത്. മൊത്തം എണ്ണത്തിനെ താഴെ എഴുതുക, എത്രനാണോ കളർ കൊടുത്തത് അത് മേളിൽ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? അതിനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തോ ചെയ്യണമെന്നറിയോ? കൂട്ടണം. നോക്കിയേ, ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ അല്ലേ. അപ്പം നമ്മൾ എന്തോ കാണണം, ഇവിടെ നോക്കിയേ, ഇതിൻ്റെ ഇരട്ടി വല്ലതും എടുക്കാൻ പറ്റുന്നുണ്ടോ? 2നെ എടുക്കുക, ഇല്ല. അപ്പം നമ്മൾ എന്തെങ്കിലും ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക അല്ലേ. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്കറിയാം ഏതാ, ഇതിനെ ഇതുകൊണ്ട് ചെയ്യുക, ഇതിനെ ഇതുകൊണ്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ എഴുതും, 1 × 3 + 2 × 2. അതായത് ഇതിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യുക, ഇതിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇൻറ്റു അടിക്കുക, ഇൻറ്റു ബൈ താഴെ കിടക്കുന്നത് അതുപോലെ എഴുതുക, 2 × 3. ഇൻറ്റു ആണേ അത്. അപ്പോൾ 1 × 3 3 + 2 × 2 4 ബൈ 2 × 3 6 = 7/6 ആണ് നമുക്ക് കിട്ടിയത്. സംശയം ഉണ്ടാവും നിങ്ങൾ? 7/6. ഇനി നമ്മൾ നോക്കിക്കുക, 7നെ 6 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തേ. 7നെ 6 കൊണ്ട് 1 6 6 ശിഷ്ടം 1. മുമ്പ് നമ്മൾ പറഞ്ഞ രീതി ചെയ്തുകൂടായോ? അദ്ദേഹത്തിനെ ഫസ്റ്റിൽ എഴുതുക, ഡിവൈസറിനെ താഴെ എഴുതുക, റിമൈൻഡറിനെ അല്ലേ മേലെ. ഇത്രയേ ഉള്ളൂ. ഇതിനെ നമുക്ക് ഏത് രീതി വേണം, പല അധ്യാപകരും പല രീതിയിലാവും നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഏത് രീതി വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. ഇതൊരു എളുപ്പവഴി ആയതുകൊണ്ടാണ് നമ്മളെപ്പോഴും എളുപ്പവഴിയാണല്ലോ നോക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് കേട്ടോ. ഓക്കെ ആണോ? ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. വാരി വലിച്ച് നിങ്ങൾ ചെയ്യേണ്ട. അടുത്ത കണക്ക്, അനൂപിനും അച്ഛനും, ഇംഗ്ലീഷ് വായിക്കണോ നിങ്ങളെ, അനൂപിനും അച്ഛനും കൂടി എന്താ ഷർട്ടിന് തുണി വാങ്ങണം. അതിൻ്റെ തൊട്ട് താഴെ ഷർട്ട് വെട്ടുന്ന കാണാൻ പറ്റുന്നുണ്ടോ? ഷർട്ട് വാങ്ങണം. അനൂപ് അഭിരാമ അനൂപിന് ഷർട്ട് വാങ്ങിയില്ല. നോക്കൂ നിങ്ങളെ, അനൂപിനും അച്ഛനും ഷർട്ടിന് തുണി വാങ്ങണം. അനൂപിന് 1.5 മീറ്ററും. ചോദ്യം കേട്ടാൽ മതി. അനൂപിനും അച്ഛനും ഷർട്ട് തുണി വാങ്ങണം. അനൂപിന് 1.5 മീറ്റർ, 1.5 മീറ്ററും അച്ഛന് 2.25. 2.25 എന്ന് വെച്ചാലൊക്കെ അറിയണേ, 2.25. മനസ്സിലായോ? ഒരേ ഇനം തുണി വാങ്ങുകയാണെങ്കിൽ ആകെ ആകെ എന്ന് പറയുന്നതിനാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. സമ്മ് കേട്ടോ. തുണിയുടെയാണ് നമ്മുടെ. ഈ പടം ഇംഗ്ലീഷുകാർ എഴുതി എടുത്തോണേ. ഇത് ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്ന ആയതുകൊണ്ട് എൻ്റെ എക്സസൈസിലൊന്നും കാണത്തില്ല. ഞാനങ്ങ് പറയുക, കാരണം ഇതറിയെങ്കിലേ നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. നോക്കൂ നിങ്ങളെ, അനൂപിനും അച്ഛനും കൂടെ ഷർട്ട് വാങ്ങാൻ പോവുക. അപ്പോൾ അനൂപിന് 1.5 അച്ഛന് 2.25. 1.5 എന്ന് പറയുന്നത് 1/2 കാലെന്ന് പറയുന്നത് 1/4 ആണ് കേട്ടോ. അതൊക്കെ അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരേ തരത്തിലെ തുണിയാണ് അവർ തങ്ങളിൽ മേടിക്കുന്നതെങ്കിൽ 2 പേർ കൂടെ എങ്ങനെയായിരിക്കുമെന്ന്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മിക്സഡ് ഫ്രാക്ഷനാണ്. ഇതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ടെസ്റ്റ് ചെയ്തേക്കുന്നത് നമുക്ക് ആദ്യമേ ചെയ്യാം. നോക്കണം നിങ്ങളെ, ഇവിടെ 1 + 1/2 ആണ് 1.5 അല്ലേ. പിന്നെയോ പ്ലസ് ഇത് 1.5 എന്ന് പറയുന്നത് 1 + 1/2. അപ്പോൾ 2.25 എന്ന് വെച്ചാലോ 2 + 1/4 കേട്ടോ. അപ്പോൾ എന്തോ ചെയ്യണം, ഇവിടെ ഈ ഒറ്റയ്ക്ക് കിടക്കുന്ന, അതായത് ഫ്രാക്ഷൻ അല്ലാത്ത സംഖ്യ 2 ഉണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? 1ഉം 2ഉം അല്ലേ. ഇതിനും ഫ്രാക്ഷൻ ഇല്ല. എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററുമായിട്ടല്ല എഴുതിയേക്കുന്നത്, ഒറ്റയ്ക്ക് ഇരിക്കുക. അപ്പോൾ അതിനെ എങ്ങനെ എഴുതിയിട്ട് പിന്നെ ഏതാ മറ്റേതിനെ 2നെയും കൂടെ ഇതിനെയും കൂടെ മാറ്റി എഴുതുക. 1/2 + 1/4. ഇതിനെ ഒരിടത്ത്. ഇപ്പോൾ പിടികിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഈ 1ഉം 2നെയും എടുത്ത് ആദ്യമേ എഴുതുക. പിന്നെ ഇതിനെ. അപ്പോൾ നമുക്ക് നോക്കിയേ, ഇവിടെ 1ഉം 2ഉം 3 ആണെന്ന് നമുക്കറിയാം. പ്ലസ് ഇവിടെ നോക്കിക്കേ, 2ഉം 4ഉം. എപ്പോൾ 2ഉം 4ഉം വന്നാലും എന്തോ ചെയ്താൽ മതി, ഈ 2നെ അങ്ങ് 4 ആക്കിയാൽ മതി. 2 × 2 ഇവിടെ × 2. താഴെ എത്ര ആണോ കൊടുക്കുന്നത് അത് മേലിലും കൊടുക്കുക. അപ്പോൾ എത്ര?
1 ഇൻറ്റു 2 2/4 പ്ലസ് 1/4 ഈസിക്കൽ ടു 3 പ്ലസ് 3/4 ഈസിക്കൽ ടു 3/4 ആണ് കിട്ടുന്നത്. മനസ്സിലാക്കി എഴുതണേ. എന്തെങ്കിലും സംശയമുണ്ടോ എൻ്റെ കുഞ്ഞുങ്ങളെ? ഇത് 1.5 ഇത് 2.25 ഈ 1.5 അല്ലെ 1/2 എന്ന് വെച്ചാൽ 1 + 1/2 ആണ്. 2.25 എന്ന് വെച്ചാൽ അല്ലെ 2 ക്വാർട്ടർ എന്ന് വെച്ചാൽ 2 + 1/4 എന്നാണ്. അപ്പം ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുന്ന ഇവരെ രണ്ടിനെയും കൂടെ ആദ്യം അങ്ങ് എഴുതി വെക്കുക കേട്ടോ, അത് എളുപ്പമായതുകൊണ്ട്. പിന്നെ 1/2നെയും 1/4നെയും എടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം മുതലേ ചെയ്യുന്നതാണ് ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആയാൽ അല്ലെങ്കിൽ ഛേദം ഡിഫറൻ്റ് ആയാൽ അവരെ ഒന്നാക്കുക, ഒരുപോലെ ആക്കുക. അപ്പോൾ ഒരെണ്ണം 4ഉം ഒരെണ്ണം 2ഉം ആയതുകൊണ്ട് 2നെയും നമ്മൾ എന്താക്കി 4ആക്കി. അപ്പോൾ ഇവിടെ എത്രയാണോ എടുക്കുന്നത് അത് തന്നെ മേലിലും കൊടുക്കുക. അപ്പോൾ 1 2 2 2 2 4 ഇത് അതുപോലെ എഴുതുക. ഡിനോമിനേറ്റർ ഒരുപോലെയാക്കി. ഇവിടെ 2 1 3 ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ കുറേ അവിടെ അതിൻ്റെ തൊട്ട് താഴെ എക്സർസൈസ് ചൂടെ കൊടുത്തിരിക്കുന്ന തുകകൾ കാണുക. എക്സർസൈസിൻ്റെ ഒന്നാമത്തെ നോക്കൂ കുഞ്ഞുങ്ങളെ 5/6 കിട്ടാം. നോക്കാം, എക്സർസൈസാണ്. എക്സർസൈസ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, നമുക്ക് എളുപ്പം അങ്ങ് ചെയ്യാം കേട്ടോ. നോക്കിക്കേ 5/6 പ്ലസ് 1/3 നോക്കാം എത്ര. ഇവിടെ നോക്കിക്കേ, ഇത് നമ്മൾ കുറേ ചെയ്തതാണ് അല്ലേ. അപ്പോൾ ഏതൊരു ചോദ്യം തരുമ്പോഴും അതിനെ ഒന്നും കൂടി ഒന്ന് എഴുതിയിട്ടേ എഴുതാവും. പ്ലസ് 1/3 ഇവിടെ നോക്കിയ ചെറിയ സംഖ്യ 3 ആണ്. ഈ 3നെ നമുക്ക് ഈ വലിയ സംഖ്യയാക്കാൻ എളുപ്പമല്ലേ? എന്താ 3 2 ആണ് 6. 3 2 6 ആ 2 തന്നെ മേളിൽ കൊടുക്കുക. അപ്പോൾ ഏതാ 5/6 പ്ലസ് 1 2 2 3 2 6 ഈസിക്കൽ ടു 5 2 7/6. 7/6 എന്ന് വെച്ചാൽ ഇപ്പം നമ്മളങ്ങോട്ട് ചെയ്തതേ ഉള്ളൂ ഇല്ലയോ. 7നെ 6 കൊണ്ട് നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്തതേ ഉള്ളൂ. 1 6 6 ശിഷ്ടം 1. അപ്പോൾ കോഷ്യൻ്റ് ഫസ്റ്റിൽ എഴുതുക. കോഷ്യൻ്റാണ് ഫസ്റ്റിൽ എഴുതേണ്ടത്. പിന്നെ ഡിവൈസറിനെ താഴെ കൊടുക്കുക, റിമൈൻഡറിനെ മേളിൽ കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ചെയ്തു കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്ത് പഠിക്കണേ. അടുത്തത് 7/8 പ്ലസ് 1/4. 7/8 പ്ലസ് 1/4 നോക്കിക്കേ. ഇവിടെ എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ? എപ്പോഴും ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ 4നെ 8 ആക്കാൻ എളുപ്പം എന്താ 2 കൂടി ഇട്ടാൽ മതി. അപ്പോൾ ഇവിടെയും 2. അപ്പോൾ നോക്കിയേ 7/8നെ അതുപോലെ എഴുതുക. പ്ലസ് 1 2 2 2 4 8 ആൻസർ എത്ര? 9/8. 9നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 8 8 ബാലൻസ് 1. അപ്പോൾ ഇവിടുത്തെ നായകനാര 1, ഡിവൈസർ താഴെ, കോഷ്യൻ്റ് മുകളിൽ. എളുപ്പമില്ലേ? എളുപ്പമില്ലയോ? എളുപ്പം ആക്കണം കേട്ടോ. എളുപ്പമില്ലയോ എന്ന് ഞാൻ പറയുന്നതിലും. അടുത്ത 5/6 പ്ലസ് 1/4 ക്വസ്റ്റ്യൻ റിപ്പീറ്റ്. 5/6 പ്ലസ് 1/4 ഇവിടെ നോക്കിയേ 4ൻ്റെ ഇരട്ടി. 4ൻ്റെ ടേബിളിൽ 6 പറ്റത്തില്ല. അപ്പം നമ്മൾ എന്തോ ചെയ്യുക? ഒന്നുകിൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക, അതാ കുറച്ചുകൂടി എളുപ്പം അല്ലേ. അപ്പോൾ ഇതിനെ ഇതുകൊണ്ടും ഇതിനെ ഇതുകൊണ്ടും നോക്കാം. 5 4 5 × 4 പ്ലസ് 1 × 6 ബൈ 6 × 4. 5 4 20 പ്ലസ് 1 6 6 6 4 24. അപ്പം 26/24 കേട്ടോ. ഇതിനെ എന്താ കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടി എന്തോ ചെയ്താൽ മതി, ഇതിൻ്റെ ലോവസ്റ്റ് ഫോമിലോട്ട് എഴുതിയിട്ട് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് അതാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ എളുപ്പം ഇല്ലയോ? അങ്ങനെ ചെയ്തേ ഇല്ലയോ എളുപ്പം ഇല്ലയോ കുഞ്ഞുങ്ങളെ? നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്താലോ. 26ൻ്റെ പകുതി എത്ര? 13 അല്ലേ. 13 13 24ൻ്റെ പകുതി 12. അണ്ട 13/12 വന്നു. ഈ 13/12നെ നമുക്ക് ചെയ്യാം. 13നെ 12 കൊണ്ട് ചെയ്താൽ ഏതൊരു സംഖ്യയുടെ തൊട്ട് താഴത്തെ വന്നു കഴിഞ്ഞാൽ ഒരു 12 12 ശിഷ്ടം 1. നോക്കി അവിടെ കോഷ്യൻ്റ് 1, ഡിവൈസർ 12, 1/8 ഉള്ളൂ. ഇത് എഴുതുന്നതിലാണ് നമ്മുടെ ട്വിസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ. എവിടെയൊക്കെ എന്തൊക്കെ പറക്കി എഴുതുമെന്ന്. ഏറ്റവും മുകളിൽ തരുന്നത് മലയാളം മീഡിയക്കാർക്ക് ഹരണഫലം അല്ലേ, അല്ലെങ്കിൽ കോഷ്യൻ്റ് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക്. അതുകൊണ്ട് ഈ ലെഫ്റ്റി വരുന്നത് എപ്പോഴും താഴെയാണ്, ശിഷ്ടം വരുന്നത് എപ്പോഴും മേളിലാണ്. അത്രയേ ഉള്ളൂ. ആ ഒരു ക്ലൂ അതറിയാവുന്നവർക്ക് ഈ കണക്ക് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. അടുത്തത് അതിൻ്റെ അടുത്ത ഏതാ കുഞ്ഞുങ്ങളെ? അപ്പോൾ ഏതാ ചെയ്തേ? 5/6. അടുത്ത 5/8 പ്ലസ് 3/4 ക്വസ്റ്റ്യൻ റിപ്പീറ്റ്. 5/8
പ്ലസ് 3/4. 4 ആയതുകൊണ്ട് എളുപ്പം അല്ലേ. 4 2 8. അപ്പോൾ ഇവിടെയും കൊടുക്കുക 2. അപ്പം 5/8 പ്ലസ് 2 3 6 4 2 8. എത്ര വന്നേ? 6 5 11/8. 11നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഒരു 8 8 8 2 8 3 11. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതും? കോഷ്യൻറ്റിനെ ഫസ്റ്റിൽ എഴുതുക, ഡിവൈസർ താഴെ എഴുതുക, ശിഷ്ടം മുകളിൽ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതിനെ ഏത് രീതി വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ. ഇനി ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. നമുക്ക് ആൻസർ കിട്ടിയാൽ മതി എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇതിനെ ഏത് രീതി വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇനി അതിൻ്റെ 2 1/3 പ്ലസ് 3 1/2ൻ്റെ ഒരെണ്ണം ഉണ്ട് കുഞ്ഞുങ്ങളെ. ഇതിനെ എന്തോ ചെയ്യാം? മുമ്പ് നമ്മൾ ചെയ്ത രീതി വെച്ച് ചെയ്തുകൂടായോ? എങ്ങനെയാ? ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് 2 1/3 പ്ലസ് 3 1/2 അല്ലേ? ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ എഴുതാം 2 + 1/3 എന്ന് എഴുതണം, പ്ലസ് 3 + 1/2. അപ്പോൾ ഈ ഫ്രാക്ഷനിലല്ലാതെ കിടക്കുന്നതിന് ഏതാണ്ട് ഇതിനെ പറക്കി രണ്ടിനെയും ആദ്യം എഴുതാം. എങ്ങനെയാ? 2 + 3 പ്ലസ് 1/3 പ്ലസ് 1/2. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ എടുക്കുക. ഇത് 5 പ്ലസ് ഇത് നോക്കൂ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം അല്ലേ. 1 2 ഇങ്ങനെ അടിക്കുക. 1 2 2 പ്ലസ് 1 3 3 ബൈ 2 3 6. അപ്പം 5 പ്ലസ് എന്താ 5/6. അപ്പോൾ ആൻസർ എങ്ങനെ വരും? 5/6 എന്ന് വരും. ഇത്രയേ ഉള്ളൂ. ഇത്രയും ഓക്കെ ആണോ നിങ്ങളെ? ഇനി ഒരു പാത്രത്തിൽ, അത് നമുക്കിപ്പോൾ ചെയ്യണോ അതോ പിന്നെ മതിയോ? അതുകൂടെ അങ്ങ് എഴുതിയേക്കാം അല്ലേ. ഒരു പാത്രത്തിൽ 1.5 ലിറ്റർ പാലും മറ്റൊരു പാത്രത്തിൽ 2.25 ലിറ്റർ പാലുമുണ്ട്. ക്വസ്റ്റ്യൻ എഴുതാമേ. അപ്പോൾ ചോദ്യം നോക്കിയോ നിങ്ങളെ, മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. 1 jar contains 1 and a half liter of milk and another contains 2 and a 3/4 liter of milk. How much milk in both the jar together? ഇതാണ് നമ്മുടെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ചോദ്യം കേട്ടോ. അതായത് രണ്ടാമത്തെ ചോദ്യം, പേജ് നമ്പർ 60 രണ്ടാമത്തെ ചോദ്യം. മലയാളം നോക്കിയാൽ ഒരു പാത്രത്തിൽ 1.5 ലിറ്റർ പാലും മറ്റൊരു പാത്രത്തിൽ 2.25 ലിറ്റർ പാലുമുണ്ട്. രണ്ട് പാത്രത്തിലും കൂടി ആകെ എത്ര ലിറ്റർ പാലുണ്ട്? ഇതാണ് നമ്മുടെ ചോദ്യം. എന്താ നിങ്ങളെ നമുക്ക് നോക്കാം. ഒരു പാത്രത്തിൽ എത്ര? നല്ലപോലെ നോക്കണേ. ഒരു പാത്രത്തിൽ 1.5 ലിറ്റർ ആട്ടോ. ഒരു പാത്രത്തിൽ എങ്ങനെ എഴുതാം? ഒരു പാത്രത്തിലല്ലേ. അപ്പോൾ ചോദ്യം എഴുതുമ്പോൾ ക്വാർട്ടേഴ്സ് നോക്കി ക്വാണ്ടിറ്റി എഴുതാം. ക്വാണ്ടിറ്റീസ് എത്ര ഉണ്ടെന്നാ? ക്വാണ്ടിറ്റീസ് ഓഫ് മിൽക്ക് അല്ലേ. മിൽക്ക് ഇൻ ബോത്ത് ദ ജാർ അല്ലേ. ബോത്ത് ദി ജാർസ് എന്ന് വെച്ചാൽ രണ്ട് പാത്രത്തിലും കൂടിയുള്ള പാലിൻ്റെ അളവ്. രണ്ട് പാത്രത്തിലും കൂടിയുള്ള പാലിൻ്റെ അളവ് ചെയ്യാം. എങ്ങനെ ചെയ്യും? ഫസ്റ്റിൽ എത്ര ആവും നിങ്ങളെ? 1.5 പ്ലസ് മറ്റേതിലോ 2.25 ക്വാർട്ടർ അല്ലേ. 3/4 എന്ന് വെച്ചാൽ 3/4. അത് ഞാൻ മുമ്പ് പറഞ്ഞപ്പോൾ അറിയാമല്ലോ. ഇവിടെ നോക്കി. അപ്പം നമ്മൾ മുമ്പ് എഴുതിയ രീതി എന്താ? 1 + 1/2 അല്ലേ. ഒന്നതാണ്. പ്ലസ് അടുത്തതോ 2 + 3/4 അല്ലേ. ആദ്യമേ അങ്ങനെ എഴുതുക. ഇതിനെ നമ്മൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. പിന്നെ ഇതില്ലാത്തത് ആരൊക്കെയാണ്? 1ഉം 2 ആണ്. അപ്പോൾ അതിനെ 1 + 2 അതിനെ ഇങ്ങനെ മാറ്റുക. ബാക്കി ആരുണ്ട്? പ്ലസ് എന്താ 1/2ഉം പിന്നെ ഏതാ നിങ്ങളെ? ഒരു 1/2 ഉണ്ട്, 3/4 ഉണ്ട് അല്ലേ. 1/2ഉം 3/4. ഇവിടെ നോക്കിയേ, ഡിഫറൻറ്റ് ഡിനോമിനേറ്ററാണ്. നിങ്ങളുടെ ഈ ചാപ്റ്ററിലെല്ലാം അങ്ങനെ തരൂ, കാരണം അതെങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ഈ ചാപ്റ്റർ. അപ്പോൾ 2നെ 4 ആക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ഇതും 2 ആക്കി കൊടുത്തു. അപ്പം 4 ആയി. അപ്പോൾ ഇവിടെയും 2 ആക്കി കൊടുത്തു. അപ്പം 2ഉം ഇത് 2ഉം 1 3 പ്ലസ് 1 × 2 2/4 പ്ലസ് 3/4. അപ്പം എത്ര? 3 പ്ലസ് 3 2 5/4. 5/4നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നോക്കിയേ, 5 മുകളിൽ വലിയ സംഖ്യയും താഴെ ചെറിയ സംഖ്യയും എപ്പോൾ വന്നാലും നിങ്ങൾ ഡിവൈഡ് ചെയ്തോണം കേട്ടോ. ഇങ്ങനെ ആൻസർ എഴുതരുത്, തെറ്റാ. നമുക്കിവിടെ വന്നപ്പോൾ ഇങ്ങനെയാണ് വന്നത്, മുകളിൽ വലുതും താഴെ ചെറുതും. അങ്ങനെ ഒരിക്കലും വരത്തില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഡിവൈഡ് ചെയ്യുക. 1 4 4 ശിഷ്ടം 1. അപ്പോൾ നമുക്ക് എങ്ങനെ വന്നു? ഇവിടെ ഓൾറെഡി 3 ഉണ്ട് അല്ലേ. അത് നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഇവിടെ 3 ഉണ്ട്. പിന്നെ ഇവിടെ കോഷ്യൻ്റ് ഒരു 1 ഉണ്ട് കേട്ടോ.
പിന്നെ ഡിവൈസറിനെ താഴെ എഴുതുക, കോഷ്യൻറ്റിനെ മേളിൽ കൊടുക്കുക. അപ്പോൾ എത്ര വരും? 3 1 4 1/4 വരും കേട്ടോ. 4 1/4 ലിറ്റർ, അതായത് 4 1/4 ലിറ്റർ കേട്ടോ. 4/4 ലിറ്റർ. എങ്ങനെയാണ്, സംശയമുണ്ടോ ഇതിവിടെ? അതായത് 3 നമ്മുടെ ഈ 1 2 3 അല്ലേ? ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് എത്ര 1 ഒരു കോഷ്യൻ്റ് കിട്ടി. ആ 1 കൂടി ഇതിൻ്റെ കൂടെ കൂട്ടണം കേട്ടോ. 1 കൂടി കൂട്ടിയിട്ട് 1/4 മനസ്സിലാക്കി ചെയ്യണേ. അതിൻ്റെ തൊട്ട് താഴെ 1.5 മീറ്റർ നീളമുള്ള മൂന്നാമത്തേതാട്ടോ, മൂന്നാമത്തെ ഉണ്ട്. 1.5 മീറ്റർ നീളമുള്ള ചരട്, 2 ചരട് അറ്റത്തോടറ്റം ചേർത്ത് വെച്ചാൽ ആകെ എത്ര നീളമായി? ചോദ്യം കേട്ടോണേ കുഞ്ഞുങ്ങളെ, ഞാൻ ഇനി എഴുതണോ? 1.5 മീറ്റർ നീളമുള്ള 2 ചരട് അറ്റത്തോടറ്റം ചേർത്ത് വെച്ചാൽ ആകെ എത്രയാണെന്ന്? 1.5 മീറ്ററും 2 1.5 അല്ലേ, ഇല്ലയോ? ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? 2 സ്ട്രിങ്സ് ഓഫ് ലെങ്ത് 1.5 മീറ്റർ ആർ ജോയിൻഡ് എൻഡ് ടു എൻഡ്. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത്? ഇപ്പോൾ ടോട്ടൽ ലെങ്ത് കാണാനാവും നിങ്ങൾ. മൊത്തം നീളം എത്ര ആണ്? ടോട്ടൽ ലെങ്ത്, ലെങ്ത് എന്ന് വെച്ചാൽ മൊത്തം നീളം എത്ര ആണെന്ന് കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ അറിയാവേ, ഞാൻ എഴുതിയില്ല കേട്ടോ. മൊത്തം നീളം ഈസിക്കൽ ടു എത്ര? 1.5യുടെ 2 എണ്ണം, 1.5യുടെ 2 എണ്ണം. ഇതാവും നിങ്ങളെ, നമുക്ക് ഒറ്റയടിക്ക് അറിയാം 1.5 1.5 3 ആണെന്നല്ലേ, നമുക്കറിയത്തില്ലയോ? പക്ഷേ അതെങ്ങനെ ഇവിടെ എഴുതി കാണിക്കുമെന്നാ നോക്കിയേ. ഈ 1.5 എന്നുള്ളതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. എന്നിട്ട് ഇങ്ങനെ +1.5 കണ്ടോ. എന്നിട്ട് ഈ ഒന്നിനെയും ഇങ്ങനെ എടുക്കുക, 1 + 1. പിന്നെ ബാക്കിയുള്ള ആരാ? ഇവിടെ ഒരു 1/2 + 1/2 എത്ര? 1 1 2 പിന്നെ 1 1 2/2 എന്ന് വെച്ചാൽ എത്ര നിങ്ങളെ? 1 നമ്മൾ കുറേ പഠിച്ചില്ലയോ? ഒരു 2/2 എന്ന് വെച്ചാൽ 1. നമ്മൾ ആദ്യമേ മുമ്പ് കുറേ പഠിച്ചില്ലേ? ഇപ്പോൾ 10/10 എത്ര? 1. 100/100 എത്ര? 1 എന്ന് പറഞ്ഞാൽ 2/2 1. അപ്പോൾ 2 + ആ 1 കൂടെ ആയപ്പോൾ 3. ഇത് ഇത്രയും ചെയ്യാതെ തന്നെ നമുക്കറിയാം ഏതാ 1.5 1.5 3 ചില കുട്ടികൾക്ക് അല്ലേ. അടുത്തത് 4-മത്തെ, അതുകൂടെ ചെയ്ത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 4-മത്തത് അഹിരത് 1.5 കിലോഗ്രാം പയറും 1.5 കിലോഗ്രാം പയറും പിന്നെ 3/4 കിലോഗ്രാം ചേനയും, മുക്കാൽ എന്ന് വെച്ചാൽ 3/4 കിലോഗ്രാം ചേനയും വാങ്ങി. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര ആണെന്ന്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് നമ്മൾ എഴുതും. ഇംഗ്ലീഷുകാർ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? വെയിറ്റ് അല്ലേ, നമ്മളിങ്ങനെ എഴുതിയെന്ന് വിചാരിച്ച് സ്റ്റെപ്പ് എഴുതണ്ട. വെയിറ്റ് ഓഫ് ബീൻസ്, പയർ അല്ലേ. പയറെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 kg. പിന്നെ ചേനയ്ക്ക് യാം അല്ലേ. വെയിറ്റ് ഓഫ് യാമാണ് ചേന കേട്ടോ. യാം 3/4 kg ആണ്. മലയാളം മീഡിയക്കാരെപ്പോൾ എഴുതും? ബീൻസിൻ്റെ ഭാരം, ചേനയുടെ ഭാരം അല്ലേ, ഭാരം. അങ്ങനെ ടോട്ടൽ വെയിറ്റ് എത്ര എന്ന് കണ്ടുപിടിക്കണം. ടോട്ടൽ വെയിറ്റ് എന്ന് വെച്ചാൽ മൊത്ത ഭാരം അല്ലേ, ഈസിക്കൽ ടു 1.5 + 3/4. എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇതിനെ അങ്ങ് മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം. അറിയാമോ അങ്ങനെ? അതായത് താഴെ കിടക്കുന്ന നമുക്ക് കണ്ട 1.5 എന്നുള്ളതിനെ നമുക്ക് കുറച്ച് ഇതായിട്ട് എഴുതുമ്പോൾ എങ്ങനെയാണെന്നറിയോ? ഈ താഴെ കിടക്കുന്ന 2നെ അങ്ങ് ഗുണിക്കണം, എന്നിട്ട് മേലിൽ കിടക്കുന്ന 1നെ അങ്ങ് കൂട്ടണം. എന്തുവാ? 1 താഴെ കിടക്കുന്നതിനെ ഗുണിക്കണം, മുകളിൽ തരുന്ന സംഖ്യയെ കൂട്ടണം, ബൈ താഴെ എന്താണോ കിടക്കുന്നത് അതുപോലെ എഴുതുക. ഇങ്ങനെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റാൻ പറ്റും കേട്ടോ. അങ്ങനെയും ചെയ്യാം. അപ്പം നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കിയേ. 1 2 2 2 1 3 3/2 എന്ന് നമുക്ക് കിട്ടും കേട്ടോ. ഇതൊന്ന് അറിഞ്ഞിരിക്കണേ കുഞ്ഞുങ്ങളെ. നമുക്ക് ഇങ്ങനെ മാത്രം ഒരെണ്ണം തന്നു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ ചെയ്യുമെന്ന് കേട്ടോ. അപ്പോൾ ആൻസർ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് നോക്കിയാൽ 2 ഒരുപോലെ കിട്ടിയില്ലേ? എത്രയൊക്കെ കിട്ടി? ഇവിടെ 3/2 + 3/4 കിട്ടി. ഈ 2നെ നമുക്ക് 4 ആക്കി കൂടായോ? എങ്ങനെ? 2 × 2 4. അപ്പോൾ ആ 2 മേലിലും കൊടുക്കുക. എത്ര? 6/4 + 3/4 ഈസിക്കൽ ടു 6 3 9/4. 9/4 മുകളിൽ വലുതും താഴെ ചെറുതും വന്നാൽ ഡിവൈഡ് ചെയ്യണം. 2 4 8 ശിഷ്ടം 1. കോഷ്യൻ്റ് ഇവിടെ 2 ആണ്. ഡിവൈസർ താഴെ കൊടുക്കുക, കോഷ്യൻറ്റിനെ മേലിൽ കൊടുക്കുക.
അത്രയായിരിക്കും കിട്ടുന്നത്. ഇതൊക്കെ എളുപ്പവഴിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ടെസ്റ്റിൽ ഒക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. എപ്പോഴും ഓർത്തോണം, നമ്മൾ ഓരോ കണക്ക് ചെയ്യുമ്പോഴും ഓരോരോ വ്യത്യാസമാണ്. ഇവിടെ നമ്മളോട് ചോദിച്ചു നിൽക്കുന്നത് ഇപ്പോൾ 6 ഒരു പേരായിക്കോട്ടെ കുഞ്ഞുങ്ങളെ, കുറേ അല്ലേ പേരുണ്ട്. ഇപ്പം ഏതെങ്കിലും ഒരു കുട്ടിയുടെ അല്ലേ, നമ്മുടെ ഇതിനകത്തിലെ ലിയോൺ എന്താണ് 1.5 കിലോഗ്രാം പയർ വാങ്ങി, ഇനി 1.5 കിലോഗ്രാം പയർ, വെയിറ്റ് ഓഫ് ബീൻസ്. ഇനി ഇവിടെ ഈ എമൗണ്ടിനൊരു മാറ്റം വരുമെന്നേ ഉള്ളൂ. ചേന വാങ്ങി, അപ്പോൾ രണ്ടും കൂടെ കൂട്ടാൻ നോക്കി, ഒന്ന് മിക്സർ ഫ്രാക്ഷനിലാണ് തന്നേക്കുന്നത് അല്ലേ, വിഷമ ഭിന്നവും മിശ്ര ഭിന്നവുമാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അതിനെ എന്ത് ചെയ്യണം, മിക്സർ ഫ്രാക്ഷനും പ്രോപ്പർ ഫ്രാക്ഷനിൽ വന്നിരിക്കുന്നത്. അപ്പം ഞാനീ പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കും, അതുകൊണ്ട് അങ്ങനെയുള്ളതൊന്നും ഞാൻ പറയാത്തത്. ഈ 1.5 ഇത് നോക്കിക്കേ, 3/4 ആണ്, ഇത് 1.5 അല്ലേ. ഈ 1.5 നമുക്ക് കുറച്ചുകൂടെ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി താഴെ കിടക്കുന്ന ഇങ്ങനെയുള്ള നമ്മൾ കുറേ പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വർഷം 5ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. താഴെ കിടക്കുന്ന സംഖ്യയെ ഇൻറ്റു ചെയ്തിട്ട് മേളിൽ കിടക്കുന്ന സംഖ്യയെ കൂട്ടുക കേട്ടോ. അപ്പം നമുക്ക് 3/2 കിട്ടി. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്ത രീതി ചെയ്യാം. അപ്പോൾ 2 1/4 കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഭാഗങ്ങൾ മാറ്റുമ്പോൾ എങ്ങനെ വരുന്നു എന്നുള്ളത് ഒറ്റ ലിങ്ക് കൂടെ ആകുമ്പോൾ ഈ ചാപ്റ്റർ തീരും കേട്ടോ നിങ്ങളെ. ഇപ്പം മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ. ഓരോ ചാപ്റ്റർ അങ്ങോട്ട് പോകുന്നതോറും കട്ടി കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പം നല്ലതുപോലെ കണക്ക് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.